വെയിറ്റ് ഇത് നമ്മുടെ ട്രാവൽ വീഡിയോ അല്ലേ? ഇതിലിങ്ങനെ ഫുഡൊക്കെ വരാൻ തുടങ്ങി അതല്ലേ? യെസ്. സോ ഇനി വരുന്ന ആഴ്ചകളിൽ നമ്മളുടെ ചാനലിൽ ട്രാവൽ മാത്രമല്ലാതെ ഫുഡും വരാൻ പോവാണ്. സിമ്പിളായിട്ട് ഈസിയസ്റ്റ് വേയിൽ നമുക്ക് എങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളുടെ ചാനലിൽ ഇനി മുതൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ മറക്കാതെ കാണുക. ഫ്രൈഡേ ഫുഡ് വ്ളോഗ്, സൺഡേ ട്രാവൽ വ്ളോഗ്. സോ കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. സോ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് താഴത്തുള്ള റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. സോ വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. സോ ഇന്നത്തെ ഡിഷ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 150 grams ഓഫ് ചിക്കൻ, പെപ്പർ ഹാഫ് ടീസ്പൂൺ, കോൺഫ്ലവർ 2 tablespoon, സോൾട്ട് ഹാഫ് ടേബിൾ-സ്പൂൺ, ഒരു മുട്ട. സോ ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ വെച്ചാൽ കറക്റ്റ് ഒരു മാരിനേറ്റ് ചെയ്യണ പോലത്തെ ആ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരിക. ഒരു മീഡിയം ഫ്ലെയിമിലുള്ള എണ്ണയിൽ ഇട്ട് പൊരിച്ചെടുക്കുക. അങ്ങോട്ട് ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി ഇങ്ങനെ വരുമ്പോൾ നമ്മൾക്കൊരു പ്ലേറ്റിലേക്ക് അത് സെർവ് ചെയ്ത് മാറ്റിയെടുക്കാം. എനിക്ക് പൊതുവേ എണ്ണ ഒരുപാട് ചിക്കനിൽ നിൽക്കണത് എനിക്കിഷ്ടമല്ല. നെക്സ്റ്റ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിൽക്ക് ഷേക്കാണ്. മിൽക്ക് ഷേക്കിന് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കാം. അതൊരു മിക്സി ഒന്ന് എടുത്ത് വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു കപ്പ് ഓഫ് മിൽക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഐസ് ക്യൂബ്സ് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഒരു 7 ഐസ് ക്യൂബ്സ് അതിലേക്ക് ഇടാം. ഇത് നമ്മളുടെ വീട്ടിലുള്ള മുതിർന്നവർ അല്ലെങ്കിൽ കുട്ടികൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് സ്നാക്കായിട്ടോ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് തന്നെയാണിത്. വളരെ സിമ്പിളാണ്. വെറും ഒരു 4 ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. ചിക്കനിന് ഒരു 4 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഒരു 2 tablespoon ഷുഗർ ഇടാം. ഓരോ ബിസ്ക്കറ്റ് എടുക്കാൻ 2 കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ പാലിലേക്ക് ഇടാം. എന്നിട്ട് അതിന് മിക്സി ടോപ്പിട്ട് അടച്ച് നമ്മൾക്കത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഒരുപാട് സമയം ഗ്രൈൻഡ് ചെയ്യണ്ട, മാക്സിമം ഒരു 5 seconds ഗ്രൈൻഡ് ചെയ്താൽ മതി. അതുപോലെ ഒരു ചോക്കോ സിറപ്പ് അല്ലെങ്കിൽ ഹെർഷീസ് സിറപ്പ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. കാരണം നമ്മളതൊരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഈ ഗ്ലാസ്സിലേക്ക് അത് അങ്ങനെ അങ്ങോട്ട് നമ്മളൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മിക്സിയിൽ അടിച്ച് വെച്ച ഓറിയോ ഷേക്ക് അങ്ങോട്ട് നമ്മൾക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അതിന് പുറത്ത് കുറച്ച് ചന്തം കൂട്ടാനായിട്ട് നമ്മൾക്ക് ഹെർഷീസ് സിറപ്പ് കുറച്ചും കൂടി അങ്ങോട്ട് ഒന്ന് ആഡ് ചെയ്തിട്ട് കുറച്ച് ചോക്കോ ചിപ്സ് പിന്നെ ഒരു ഓറിയം കൂടി അങ്ങോട്ട് പ്ലേസ് ചെയ്ത് വെക്കാം. ഇപ്പോൾ കിടിലൻ പൊളി സാധനം റെഡിയായി മോനെ. സോ എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. സോ ഭയങ്കര ക്രിസ്പായിട്ടുണ്ട്. അത് മാത്രമല്ലാതെ ഇതിൽ നമ്മൾ എഗ്ഗ് ആഡ് ചെയ്ത് നമ്മൾക്ക് ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ട്. എഗ്ഗിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ട്. ഇതിനിപ്പോൾ നമ്മൾ നോർമലായിട്ട് സോസ് അല്ലെങ്കിൽ മൈനസ് വെച്ച് കഴിക്കാം. മൈനസ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. അപ്പോൾ രണ്ടാമത്തെ പീസാണ്. സോ അടുത്ത് നമ്മുടെ ഷേക്ക് റെഡിയായി. സോ ഷേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ആ ഓറിയോൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് അറിയുന്നുണ്ട്. നല്ലോണം ബ്ലെൻഡ് ആയിട്ടുണ്ട്. സീരിയലി നല്ല ഡിഷാണ്. സോ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീക്ക് നമുക്ക് ഇന്നൊരു വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ദിസ് ഈസ് റോ റിച്ചു സൈനിങ് ഓഫ്.